ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. പലപ്പോഴും നമ്മുടെ ഗ്രോത്തിന് തടസ്സം നിൽക്കുന്നത് നമ്മുടെ കുറേ വിശ്വാസങ്ങളാണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അത് ഓവർകം ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്ക്. അപ്പോൾ ആദ്യത്തെ കാര്യം തന്നെ അതാണ്, എന്തൊക്കെയാണ് നമ്മളുടെ ലിമിറ്റിംഗ് ബിലീഫ്സ് എന്ന് നമ്മൾ തിരിച്ചറിയുക. ലൈക്ക് എനിക്കിത് സാധിക്കില്ല, എനിക്ക് സമയമില്ല, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊന്ന് റിയലൈസ് ചെയ്യുക. നമ്മൾ നെഗറ്റീവ് സെൽഫ് ടോക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. നമ്മൾ ടെൻഷൻ ആവുന്ന, സ്റ്റക്കാവുന്ന കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ടാവും, അതെന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ അതിൻ്റെ പുറകിൽ നമ്മൾ എന്താണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്, നമ്മുടെ ഫീലിങ്സ് എന്താണ്, ഈ ഒരു അവെയർനെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്കിൽ മാത്രമേ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ വിശ്വാസങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നതോടുകൂടി നമ്മൾ അതിനെ ചാലഞ്ച് ചെയ്യാൻ തുടങ്ങും. അത് കഴിഞ്ഞാൽ നമുക്കതിനെ ഓവർകം ചെയ്യാൻ പറ്റും. എപ്പോഴൊക്കെ അങ്ങനത്തെ നെഗറ്റീവ് ഫീലിങ്സ് വരുന്നോ നമുക്കതിനെ അതിൻ്റെ കൗണ്ടർ വെച്ചിട്ട് നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും. അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ ആ ഒരു ബിലീഫിൻ്റെ വാലിഡിറ്റീനെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുക. അതായത് ഇങ്ങനെ ഒരു തോട്ട് വരുമ്പോൾ, ബിലീഫ് വരുമ്പോൾ നമ്മളോട് തന്നെ ചോദിക്കുക, ഇത് ശരിക്കും സത്യമാണോ? പലപ്പോഴും നമ്മളത് അസ്യൂം ചെയ്യുകയാണ്, എനിക്കത് ചെയ്യാൻ കഴിയില്ല, ഞാൻ അത്രയൊന്നും കേപ്പബിൾ അല്ല എന്നുള്ളത്. അപ്പോൾ അത് അങ്ങനെ നമ്മൾ ചിന്തിക്കാനുള്ള കാരണം എന്താണ്? എന്തെങ്കിലും അതിനുള്ള മുന്നത്തെ എക്സ്പീരിയൻസോ അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ എനിക്കൊരു ബിസിനസ് തുടങ്ങാൻ പറ്റില്ല, എന്തായിരിക്കും അതിൻ്റെ കാരണം? നമ്മൾ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസൊക്കെ ആലോചിക്കാം. അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്ന ആ നെഗറ്റീവ് തോട്ട്സിൻ്റെ ആ ഒരു പവർ അങ്ങ് കുറയും. കുറേ നമ്മൾ ചിന്തിക്കുന്നത്, ഈ ചിന്ത വരുന്നത് നമ്മൾ ഒരിക്കലും അതിനെ ചാലഞ്ച് ചെയ്തിട്ടില്ല, നമ്മളങ്ങ് ആക്സെപ്റ്റ് ചെയ്യുകയാണ് പറ്റില്ല എന്നുള്ളത്. അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് അനലൈസ് ചെയ്യാം, ഇത് ശരിക്കുള്ള കാര്യമാണോ അതോ നമ്മൾ തന്നെ ഉണ്ടാക്കി എടുക്കുന്ന ഒരു ചിന്തയാണോ എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യാൻ തുടങ്ങും തോറും നമുക്ക് കൂടുതൽ പോസിറ്റീവായിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് വരാൻ തുടങ്ങും. പിന്നെ നമ്മുടെ തിങ്കിങ് തന്നെ നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ ഈ പേടിയും ഡൗട്ടും എല്ലാം മാറ്റിയെടുക്കാനും പറ്റും. ഇനി അടുത്തൊരു കാര്യമാണ്, നമ്മുടെ ഈ ഇങ്ങനത്തെ തോട്ട്സിനെ കുറച്ചും കൂടി ബെറ്റർ തോട്ട്സായിട്ട് റീപ്ലേസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഓരോ ചിന്തകൾ വരുമ്പോൾ നമ്മൾ അതിനെ ചാലഞ്ച് ചെയ്യാനും അനലൈസ് ചെയ്യാനും ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ അതിനെ ഒരു പോസിറ്റീവ് കാര്യം വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാൻ പഠിക്കാം. ഞാൻ അത്ര പോരാ, അല്ലെങ്കിൽ ഞാനിത് ചെയ്താൽ ശരിയാവില്ല എന്നതിന് പകരം നമ്മളെപ്പോഴും ഇറ്റ്സ് ഓക്കെ, എനിക്ക് ഇത്ര ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള രീതിയിൽ ചിന്തിക്കാൻ വേണ്ടി പഠിക്കുക. അപ്പം എന്നിട്ട് അങ്ങനെ ചിന്തിക്കുന്നത് ഒരു അഫർമേഷൻസ് പോലെ നമ്മൾ ഡെയിലി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ മൈൻഡ് അത് ട്രെയിൻഡ് ആവും. എപ്പോൾ നമുക്കൊരു ഡൗട്ട് വന്നാലും എനിക്കിത് ചെയ്യാൻ പറ്റും, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ ഒരു രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങുക. കുറേ നാൾ കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിൻ നമ്മൾ ഈ പറയുന്ന കാര്യം ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ മോട്ടിവേഷനും കോൺഫിഡൻസും എല്ലാം കൂടുകയും ചെയ്യും. നമ്മൾ ആങ്ഷ്യസ് ആവുന്നത് കുറച്ചെടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് നല്ലൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓരോരോ കാര്യം വരുമ്പോൾ അത് തടസ്സമല്ല, നമുക്ക് ഓരോരോ ഓപ്പർച്യൂണിറ്റി ആണെന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള മനസ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ കൺസിസ്റ്റൻ്റായിട്ട് ഇങ്ങനെ അഫർമേഷൻസ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക, നമ്മുടെ ഉള്ളിലെ തോട്ട്സ് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ ധൈര്യം കിട്ടുകയും ചെയ്യും. പിന്നത്തെ ഒരു കാര്യമാണ്, നമ്മൾ ഓരോ കാര്യത്തിലും സക്സസ് ആവുന്നത് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. അപ്പോൾ വിഷ്വലൈസേഷൻ ഒരുപാട് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഓവർകം ചെയ്യാൻ നല്ലതാണ്. നമ്മുടെ കണ്ണടച്ചിട്ട് ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, നമ്മൾ എവിടെയാണോ നമുക്ക് കഴിവില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ സക്സീഡ് ചെയ്ത് നമ്മളത് നേടിയെടുത്തു എന്നുള്ള നിലയ്ക്കുള്ള കാര്യങ്ങൾ ഇമാജിൻ ചെയ്യാൻ വേണ്ടി നോക്കുക. ആ പ്രോസസ്സൊക്കെ ഒന്ന് പിക്ചറൈസ് ചെയ്യുക, അതിലോട്ട് പോകുന്ന സ്റ്റെപ്സ്, പിന്നെ അത് അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സന്തോഷം, അങ്ങനെ ഒരുപാട് ഇമാജിനേഷൻ നമ്മൾ നമ്മുടെ ബ്രെയിനിന് കൊടുക്കുക. അത് ശരിക്കും സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ള നിലയ്ക്ക് അത് കൂടുതൽ നമുക്ക് എന്താ പറയുക, ഈ കാര്യത്തിൽ സക്സസ് ആവാൻ വേണ്ടിയുള്ളൊരു വിശ്വാസം നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കാൻ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ തോൽക്കുമോ എന്നുള്ള പേടി കുറയ്ക്കുകയും ചെയ്യും.
ഡെയിലി നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മുടെ ആ ലിമിറ്റിംഗ് ബിലീഫ്സിനെയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ആർക്കാണെങ്കിലും, നമ്മൾ ഹോം മേക്കേഴ്സ് ആണെങ്കിലും ജോലി ചെയ്യുന്നവരാണെങ്കിലും ആർക്കാണെങ്കിലും ഒരു സെൽഫ് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വിഷ്വലൈസേഷൻ വഴി ഇത് മാറ്റിയെടുക്കാൻ സാധിക്കും. അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ ചെറിയ ചെറിയ ആക്ഷൻ സ്റ്റെപ്സ് എടുക്കുക. ഇതിന് എഗെയിൻസ്റ്റായിട്ട് നമുക്കൊരു ഗോൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിലോട്ട് കുട്ടി കുട്ടി മാനേജബിൾ സ്റ്റെപ്സ് എടുക്കുക. അപ്പോൾ നമുക്കൊരു ബുക്ക് റീഡ് ചെയ്യണം അല്ലെങ്കിൽ റൈറ്റ് ചെയ്യണം. ഇപ്പോൾ റൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം നമ്മളതിൽ ബിലീവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഓർക്കുക, ഒരു പാരഗ്രാഫ് ഡെയിലി നമുക്ക് എഴുതാം. അങ്ങനെ നമ്മൾ ഒരു പാരഗ്രാഫ് എഴുതുമ്പോൾ നമുക്ക് മനസ്സിനൊരു ധൈര്യം വരും. അപ്പോൾ എല്ലാ കാര്യത്തിലും ഇത് ആപ്ലിക്കബിൾ ആണ് കേട്ടോ. നമ്മൾ വീട്ടിലെന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ ഡെയിലി കുറച്ച് സമയം അത് ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ നടക്കില്ല എന്നുള്ള നമ്മുടെ ആ ഒരു വിശ്വാസത്തിനെ തകർക്കുകയാണ് ചെയ്യുന്നത്. കൺസിസ്റ്റൻ്റായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഡെയിലി നമുക്കിത് പറ്റും എന്നുള്ളൊരു വിശ്വാസം നമ്മുടെ മനസ്സിലോട്ട് കയറി വരും. പിന്നെ നമുക്ക് സ്ലോലി കോൺഫിഡൻസ് വരും. പിന്നെ നമുക്ക് അതിൽ എക്സ്പീരിയൻസ് വരും. അപ്പോൾ ഇങ്ങനെ ഓരോ ദിവസത്തെ ആക്ഷനും എന്താ പറയുക, നമ്മളെ ഈ ലിമിറ്റ് ചെയ്യുന്ന തോട്ട്സൊക്കെ മാറ്റിയിട്ട് നമുക്ക് കൂടുതൽ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റും ഒരു പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ഉള്ള ആൾക്കാർ ഉണ്ടാവാൻ വേണ്ടി നോക്കുക. എപ്പോഴും നമ്മുടെ എൻവയോൺമെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ എൻകറേജ് ചെയ്യുന്ന, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മുടെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർ വേണം, അവരുടെ കൂടെ വേണം നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാൻ. എപ്പോഴും എന്തെങ്കിലും നെഗറ്റീവ് പറയുന്ന, അല്ലെങ്കിൽ കുറ്റം പറയുന്ന, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകളുള്ള ആൾക്കാർ നമ്മുടെ ചുറ്റും ഉണ്ടെങ്കിൽ നമ്മളും അങ്ങനെയായി തന്നെ പോകും. പോസിറ്റീവ് റോൾ മോഡൽസ് നമുക്ക് കാണിച്ചു തരും എന്താണ് സാധ്യമായിട്ടുള്ളത്, അതുപോലെ അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെ ഡൗട്ട്സ് നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ റോൾ മോഡൽ പോലെ ചെയ്തു തരും. അപ്പം നമുക്കിതൊരു മോട്ടിവേഷൻ ആയിരിക്കും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ബുക്സ്, പോഡ്കാസ്റ്റ്സ്, ഓൺലൈനായിട്ട് നമുക്ക് ഇതുപോലെയുള്ള കമ്മ്യൂണിറ്റീസ്, അങ്ങനെ ഒരു പോസിറ്റീവ് എൻവയോൺമെൻറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് കൂടുതൽ ഇത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. എന്ത് കാര്യമാണ് നമ്മൾ അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിലും. പിന്നെ നമ്മൾ ചെറിയതായിട്ടൊരു കാര്യങ്ങൾ അച്ചീവ് ചെയ്യുമ്പോഴും നമ്മളതിന് എന്തെങ്കിലും ഒരു എന്താ പറയുക, റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുക. അതായത് എന്തെങ്കിലും ഒരു നമുക്ക് മോട്ടിവേഷൻ തരുന്ന കാര്യങ്ങൾ. ഇപ്പം നമ്മളെന്തെങ്കിലും അച്ചീവ് ചെയ്താൽ ജേർണൽ ചെയ്താലും മതി. ലൈക്ക് എന്ത് സക്സസ് ഉണ്ടായിക്കഴിഞ്ഞാലും നമ്മളത് നോട്ട് ചെയ്ത് വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് കോൺഫിഡൻസും മോട്ടിവേഷനും ഒക്കെ കൂടും. ഒന്ന് സെലിബ്രേറ്റ് ചെയ്യണം നമ്മൾ ഒരു സക്സസ്സിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. അങ്ങനെ നമുക്ക് ഈ ഓരോരോ കുട്ടി വിക്ടറീസിൽ കൂടെ നമുക്ക് നമ്മുടെ വലിയ സക്സസ്സിൽ എത്താവുന്നതാണ്. അടുത്തൊരു കാര്യം, നമ്മൾ സെൽഫായിട്ട് കൈൻഡായിട്ടിരിക്കണം. നമ്മളോട് തന്നെ കൈൻഡായിട്ടിരിക്കണം. നമ്മളെ തന്നെ എപ്പോഴും ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഉള്ളിലെ നെഗറ്റീവ് തോട്ട്സ് കൂടും. നമ്മളൊരു ഫ്രണ്ടിനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു രീതിയിൽ നമ്മൾ തന്നെ സപ്പോർട്ട് ചെയ്യാം. നമുക്ക് ഇനീഷ്യലി നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ എല്ലാം പെർഫെക്റ്റായിട്ട് വരണമെന്നില്ലല്ലോ. മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും. അത് നമുക്ക് ചെയ്യാൻ കഴിവില്ല എന്നുള്ളതല്ല. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി നമ്മളോട് കൈൻഡായിട്ടിരിക്കുമ്പോൾ നമുക്ക് ആ പേടി മാറും. അതുപോലെ റിസ്ക് എടുക്കാനുള്ള ഒരു മനസ്സുണ്ടാവും. അങ്ങനെ അപ്പോൾ നമ്മൾ ഇറ്റ്സ് ഓക്കെ ടു ഫെയിൽ എന്നുള്ളൊരു മൈൻഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് ആക്ട് ചെയ്യാനൊരു ധൈര്യം കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതിൽ മോട്ടിവേഷൻ ഉണ്ടാവുകയും ചെയ്യും. ഇമോഷണലി നമ്മളൊരു ബാലൻസ്ഡ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അടുത്തൊരു കാര്യം, നമ്മളെ തന്നെ ഒന്ന് എഡ്യൂക്കേറ്റ് ചെയ്യുക. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്തിനെങ്കിലും പറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ അത്രയും നമുക്ക് കോൺഫിഡൻസ് കൂടും, അല്ലേ? പല കാര്യത്തിലും നമുക്ക് അറിവില്ല എന്നുള്ളതാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ബുക്സ് വായിക്കുക, അല്ലെങ്കിൽ കോഴ്സസ് എടുക്കുക. അങ്ങനെ നമ്മൾ കൂടുതൽ അറിയും തോറും നമുക്ക് പേടിയും ഡൗട്ട്സും ഒക്കെ കുറയും. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു വഴിയാണ് ചാലഞ്ചസ് ഒക്കെ നേരിടാൻ വേണ്ടിയിട്ട്. ഹോം മേക്കിങ്ങിലാണെങ്കിലും പ്രൊഫഷണൽസിലാണെങ്കിലും നമുക്ക് കൂടുതൽ ഒരു കോൺഫിഡൻസ് വരും ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ പേരൻറ്റിങ്ങിലാവാം, അല്ലെങ്കിൽ നമ്മുടെ കരിയറിൻ്റെ മുന്നോട്ടുള്ള ജേർണിയിലാവാം. അപ്പോൾ എന്താണെങ്കിലും നോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പവർ തന്നെയാണ്. ഇനി വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ തോട്ട്സ് ജേർണൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ ബിലീഫ്സ് മാറ്റിയെടുക്കാനുള്ള വേറൊരു വഴി.
അപ്പോൾ എവിടെയാണോ നമ്മൾ ഡൗട്ട് വരുന്നത് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് തന്നെ ഒരു പാറ്റേൺ മനസ്സിലാവും, എന്താണ് ട്രിഗർ ചെയ്യുന്നത് എന്ന്. അപ്പോൾ നമുക്ക് എവിടെയാണ് നമ്മൾ കറക്ഷൻ കൊടുക്കേണ്ടതെന്ന് അത് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ കൗണ്ടർ ബിലീഫ്സ് നമ്മൾ എഴുതി വയ്ക്കുക, എഫർമേഷൻസ് എഴുതി വയ്ക്കുക, മുന്നേ നമ്മൾ ഇതെങ്ങനെ നേരിട്ടു എന്നുള്ളത് എഴുതി വയ്ക്കുക. അപ്പോൾ ഇത് നമുക്ക് കോൺഷ്യസ് ആയിട്ടൊരു ഇത് മൊത്തം കാര്യം റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. റെഗുലറായിട്ട് നമ്മൾ ജേർണൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പറ്റിയൊരു സെൽഫ് അവെയർനെസ്സും ക്ലാരിറ്റി എല്ലാം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി നോക്കുക. പിന്നെ അതുപോലെ നമ്മൾ കമ്പയർ ചെയ്യുന്നത് നിർത്തുക. നമ്മൾ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് ഞാൻ പോരാ, എനിക്കൊരിക്കലും സക്സസ് ആവാൻ പറ്റില്ല എന്ന്. അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്യുന്നതിന് പകരം നമ്മളുടെ ഓൺ ഗ്രോത്തിലും പ്രോഗ്രസ്സിലും ഗോൾസിലും എല്ലാം ഫോക്കസ് ചെയ്യുക. ഓരോരുത്തരുടെ യാത്രയും യുണീക്കാണ് അല്ലേ. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത് അൺറിയലിസ്റ്റിക് ആവും. അവർക്കുള്ള സാഹചര്യമായിരിക്കില്ല നമുക്കുള്ളത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ അച്ചീവ്മെൻറ്റ്സും നമ്മുടെ സ്ട്രെങ്ത്സിലും ഫോക്കസ് ചെയ്യുക. അപ്പോൾ സെൽഫായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്നത് നിർത്തുക. എന്നിട്ട് നമ്മളുടെ സെൽഫ് എസ്റ്റീം കൂട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കൂടുതൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ നമ്മൾ ഇതുപോലെ കമ്പയർ ചെയ്താലും നമുക്ക് പിന്നെ അസൂയ വരും, അങ്ങനത്തെ പല പല കാര്യങ്ങൾ വരും, നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കഴിയണതും നമുക്ക് സെൽഫായിട്ട് ഫോക്കസ് ചെയ്തിട്ട് പേഴ്സണലി പ്രോഗ്രസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നോക്കുക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഡെയിലി അഫർമേഷൻസ് നമ്മൾ ചെയ്യുക. അത് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ലൈക്ക് ഐ എം കേപ്പബിൾ, ഐ ക്യാൻ ഹാൻഡിൽ ചാലഞ്ചസ്, ഐ എം വർത്തി ഓഫ് സക്സസ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉറക്കെ പറയുക, എഴുതി വയ്ക്കുക, മെഡിറ്റേറ്റ് ചെയ്യുക. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും തോറും നമ്മുടെ ബ്രെയിൻ അത് ബിലീവ് ചെയ്യും. നമുക്കുള്ള നെഗറ്റീവ് തോട്ട്സൊക്കെ ഇത് മാഞ്ഞു പോവും. നമുക്കൊരു കോൺഫിഡൻസും പേടി കുറയും, എന്നൊക്കെ കൂടുതൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാനുള്ള ധൈര്യവും എല്ലാം കിട്ടും. അപ്പോൾ ഉള്ളിലെ നമ്മളുടെ ഡയലോഗ്സ് പോസിറ്റീവ് ആൻഡ് സ്ട്രോങ് ആയിരിക്കണം. അപ്പോൾ എന്നും അഫർമേഷൻസ് പറയാം. അതുപോലെ നമ്മൾ എന്തിനേലും പേടിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ നേരിടാൻ വേണ്ടി ശ്രദ്ധിക്കുക. കൂടുതൽ ഇനിയത്തെ ഒരു കാര്യമാണ്, നമ്മൾ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് എടുക്കുക. എപ്പോഴും ഇങ്ങനത്തെ പ്രശ്നം വരുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർ, നമ്മുടെ മെൻറ്റേഴ്സ് ആവാം, അല്ലെങ്കിൽ ലൈഫ് കോച്ചസ്, അല്ലെങ്കിൽ ഫ്രണ്ട്സ്, പിന്നെ തെറാപ്പിസ്റ്റ്സ്. അപ്പോൾ അവരുടെയിലെല്ലാം നമുക്ക് ബെറ്ററായിട്ട് ചിന്തിക്കാൻ വേണ്ടിയുള്ള അഡ്വൈസസ് ഉണ്ടാവും. അപ്പോൾ അത് എവിടെ നിന്നാണോ കിട്ടുന്നത് അത് എടുക്കുക, നമ്മുടെ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യുക. പിന്നെ നമുക്ക് ഇങ്ങനത്തെ എൻകറേജ്മെൻറ്റും അഡ്വൈസും ഒക്കെ കിട്ടുമ്പോഴത്തേനും നമ്മൾ കുറച്ചും കൂടി നമ്മുടെ ബിലീഫ്സ് സ്ട്രോങ് ആവും. നമ്മൾ തന്നെ ഇരുന്ന് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് നെഗറ്റീവ് തിങ്കിങ് വരും. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള സപ്പോർട്ട് കുറച്ചും കൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഓവർകം ചെയ്ത് പോകാൻ പറ്റും. നമ്മളൊരിക്കലും ഒറ്റയ്ക്ക് ഇത് എടുക്കേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ തന്നെ ഒരു കമ്മിറ്റ് ചെയ്യുക നമ്മുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട്. പല കാര്യങ്ങൾ, ഹാബിറ്റ്സ്, പിന്നെ നമ്മൾ സെൽഫായിട്ട് നമ്മുടെ കാര്യങ്ങൾ നോക്കുക, കൂടുതൽ ബെറ്റർ ആക്ഷൻസ് എടുക്കുക, എഫർമേഷൻസ് ചെയ്യുക. അപ്പം നമ്മുടെ ലൈഫ് ലോങ് ലേണിങ്ങിനും പേഴ്സണൽ ഡെവലപ്മെൻറ്റിനും വേണ്ടിയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് കൊണ്ടുവരിക. അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെ ആ ഒരു രീതിക്ക് ആകുമ്പോഴത്തേനും നമ്മുടെ ബിലീഫ്സിനൊന്നും ഒരു സ്പേസ് ഉണ്ടാവില്ല. ചാലഞ്ചസ് വരുമ്പോൾ അത് നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് എടുക്കും, മിസ്റ്റേക്സ് വന്നാൽ അതൊരു ലെസനായിട്ട് എടുക്കും. അങ്ങനെ ഒരുപാട് ബെറ്ററായിട്ട് നമുക്ക് മാറാൻ പറ്റും. സെൽഫ് ഡൗട്ട് എന്ന് പറഞ്ഞൊരു കാര്യമേ ഉണ്ടാവില്ല. നമ്മൾ ലൈഫ് ലോങ് ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കമ്മിറ്റ് ചെയ്തിരിക്കുക. നമ്മുടെ കോൺഫിഡൻസും സ്കില്ലും എല്ലാം ഇമ്പ്രൂവ് ചെയ്യും. ഗ്രാജ്വലി നമ്മൾ നമ്മുടെ ഹയസ്റ്റ് പൊട്ടൻഷ്യൽ എത്തുന്ന ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് മാറാൻ പറ്റും. അപ്പോൾ നമ്മളെ പുറകോട്ട് വലിക്കുന്ന കുറേ ലിമിറ്റിംഗ് ബിലീഫ്സ് നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടിയെന്നിരിക്കുന്നു. നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കുട്ടി കുട്ടി സ്റ്റെപ്സ് നമ്മൾ ചെയ്യുക. ഒന്നും സാധിക്കില്ല എന്ന് ഒരിക്കലും വിചാരിക്കരുത്. എന്തായാലും നമുക്ക് ഒരു പടി മുന്നോട്ട് എന്തായാലും പോകാൻ പറ്റും. ശ്രമിച്ചു നോക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. നമുക്ക് നല്ല വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ.